നമുക്കിന്ന് കേരളത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട പദ്ധതികൾ നോക്കാം. പാഠപുസ്തകങ്ങൾ, വിദ്യാഭ്യാസ സാമഗ്രികൾ തുടങ്ങിയവ കുറഞ്ഞ നിരക്കിൽ അയക്കാൻ പറ്റുന്ന പോസ്റ്റ് ഓഫീസിന്റെ പദ്ധതി ഗ്യാൻ പോസ്റ്റ്. 2025 മെയ്യിൽ ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ബന്ധു ക്ലിനിക്. പട്ടികവർഗക്കാർക്ക് വീടുപണി പൂർത്തിയാക്കാനോ പുതുക്കിപ്പണിയാനോ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി സേഫ്. ലൈംഗിക അതിക്രമം, ഗാർഹിക പീഡനം, വിവേചനം, ശാരീരിക അതിക്രമങ്ങൾ, മാനസിക പീഡനം എന്നിവ നേരിടുന്നവർക്ക് കൈത്താങ്ങാകുവാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി തണലിടം. വിഷാദ രോഗികളെ ചേർത്തുനിർത്താൻ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതി ആശ്വാസം. സാമൂഹ്യനീതി വകുപ്പിന് കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിച്ച ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഓർമ്മത്തോണി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഡിജി കേരളം. മാതാപിതാക്കളിൽ ആരെങ്കിലുമോ ഇരുവരും മരിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്ക് സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിൽ സൗജന്യമായി വീടുകളിലെത്തിക്കുന്ന പദ്ധതി മാതൃയാനം.